ഹലോ ഗായ്സ്, ഞാനിവിടെ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത്. അതിൻ്റെ മസാലകളാണ്, ചേരുവകളാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത്. 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിന് ശേഷം 2 സ്പൂൺ മുളകും 1 സ്പൂൺ മഞ്ഞളും ഗരം മസാലപ്പൊടി ഇട്ട് ഉപ്പും കൂട്ടി പാകത്തിന് ഉപ്പും കൂട്ടി കുഴച്ച് വെച്ചതാണ്. നല്ലോണം ഒരു അരമണിക്കൂറോളം കുഴച്ച് വെക്കണം, എന്നാലാണ് ഈ മസാല പിടിക്കുകയുള്ളൂ. പിന്നെ അതിൻ്റെ ബിരിയാണീൻ്റെ ചിക്കൻ്റെ മസാലകളാണ് ഇതെല്ലാം കാണുന്നത്. ഉള്ളി 6 വലിയ ഉള്ളി, 2 ക്യാരറ്റ് ചെറുതായി മുറിച്ച് അരിഞ്ഞിട്ട്, മല്ലിച്ചപ്പ് കുറച്ച് പാകത്തിനുള്ളത്, തക്കാളി 6 ഇത് ചോറിൻ്റെ ഉള്ളിയാണ്, ചോറിൻ്റെ ഗരം മസാലയാണിത്. കറുപ്പ, കറാമ്പ്, ഏലക്ക, ജാതിപത്രി, പിന്നെ അണ്ടിയും കിസ്മിസും 1.5 കിലോ അരി കഴുകി വൃത്തിയാക്കി വെച്ചാണ്. വെള്ളം തളിച്ചാലാണ് ഇടാൻ പറ്റുള്ളൂ. ഞാനിത് ചോറ് വെക്കാൻ പോകുന്നതാണ്. അതിൻ്റെ പാത്രമാണ് വെച്ചത്. പിന്നെ അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചതാണ്. എന്നിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി വെളിച്ചെണ്ണയിലിടും. നല്ലോണം ഇളക്കണം. ഇത് നല്ലോണം മുരിഞ്ഞ് വരുന്നവരെ ഇളക്കണം. ഉള്ളി വരിഞ്ഞതിന് ശേഷം, കുറച്ച് വരിഞ്ഞതിന് ശേഷം അണ്ടിയും കിസ്മിസും ഇടും. നല്ലോണം വറുക്കുക. കളഞ്ഞ ചുവപ്പ് കണ്ടാൽ മാറ്റി വെക്കുക. ഇതായപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണയിൽ കറുപ്പ, കറാമ്പ് എല്ലാ മസാലകളും അതിനുശേഷം അരി നല്ലോണം അരി വറുക്കുക. ചോറ് നല്ലോണം നന്നാവും. നല്ല വെതറി നിൽക്കും ചോറ്, അരി മുഴുവൻ. അതിനാണ് അരി വറുത്തിട്ട് വെള്ളം ഒഴിക്കുന്നത്. കുറച്ച് സമയം വറുക്കാൻ ശേഷം ചൂടുവെള്ളം, പതച്ച ചൂടുവെള്ളമാണ് ഒഴിക്കുക. പാകത്തിന് ഉപ്പ്. ഞാൻ ചൂടുവെള്ളം, നല്ല തളിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. 2 പാട്ട കണക്കാക്കിയിട്ട് ഒഴിച്ചാണ്. വേണമെങ്കിൽ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ച വെള്ളം ഉണ്ടെങ്കിൽ പോരെങ്കിൽ ഇനി അതിൽ ഒഴിക്കാം. ഇഞ്ചി, പച്ചമുളക്, മല്ലി, പുതിന, വെളുത്തുള്ളി ഇത് ചതുക്കിയതാണ് ഈ കപ്പിലുള്ളത്. 6 പച്ചമുളകും 2 പീസ് ഇഞ്ചിയും 3 ചുറ്റ് വെളുത്തുള്ളി. കുറച്ച് നല്ല നെയ്യ് ചോറിലിടുന്നതാണ്. നല്ലോണം ഇളക്കണം. മൂടി വെക്കുക, കുറച്ച് സമയം വരും. അങ്ങനെ നമ്മളെ ചോറ് റെഡിയായി. ഇനി ചോറിൻ്റെ മസാല വെക്കണം. ചിക്കൻ മസാല ഉണ്ടാക്കാൻ പോകുന്നതാണ്. കുക്കർ ഇതാ ഗ്യാസിൻ്റെ മുകളിൽ വെക്കുന്നത്. മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നമ്മൾ കണക്കിൽ സുമാറ് പോലെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് വെച്ചാൽ മതി. കൂടുതലാകാത്തതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ മുറിച്ച് അരിഞ്ഞ് വെച്ച 6 ഉള്ളി ഇടുന്ന.
നല്ലോണം വറുക്കണം. പാകത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ തക്കാളിയും ചതച്ച് വെച്ച ചുറ്റുള്ളി, ഉള്ളിയും, പുതിന, ഇഞ്ചി, പച്ചമുളക് അതുകൂടി ചേർത്തിട്ട് ഇനി തക്കാളിയാണ് ഇടാൻ പോകുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മസാല ചതച്ച് വെച്ചതായത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചതായത് എല്ലാം കൂടി മിക്സായി നല്ലവണ്ണം ഇളക്കുക. ഒന്നര സ്പൂണ് ഗരം മസാലപ്പൊടി ചേർക്കണം. നല്ലോണം ഇളക്കുക. 2 പ്രാവശ്യം വിസിലിടുമ്പോൾ അത് ഓഫാക്കണം. ഇത് തക്കാളി ഉള്ളി പാകത്തിന് ചേരണ്ടിയിട്ടാണ് കുക്കറിലിട്ട് വേവിക്കുന്നത്. ചിക്കൻ എന്നിട്ട് പൊരിച്ച് വറുത്തിട്ട് മസാല ആക്കണം. ചിക്കൻ്റെ മസാല വെന്ത് കഴിഞ്ഞ് പിന്നെ അത് ഇറച്ചി വെക്കാൻ പോകും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. ഓരോ മിനിറ്റ് അധികം കരിഞ്ഞ് വേണ്ട, മസാല ഒന്ന് പിടിക്കേണ്ടതാണ്. അത് കുറച്ചൊന്ന് അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ട് ഒന്നൊരു ഇളഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ എടുക്കണം. ചിക്കൻ്റെ മസാലയിൽ ചിക്കൻ വറുത്തത് ഇടുന്നുണ്ട്. ഇത് നല്ലോണം ഇളക്കി വെക്കണം. മസാലയിൽ ഒന്ന് ചിക്കൻ വേവണം, എന്നാലാണ് മസാല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അതിന് മൂടി വെക്കാം. ഒരു 3 മിനിറ്റ് മസാല പിടിക്കാൻ വെക്കണം. മസാല ആയി കഴിഞ്ഞു. ഇനി ദമ്മിടാൻ പോകുന്നതാണ്. ചോറ് ദമ്മിടട്ടെ. തൈരാണ് അത് ചോറിൽ വയ്ക്കാൻ വെച്ച തൈരാത്. അത് കറിവേപ്പില അല്ല മല്ലി പുതിന ആദ്യം കുറച്ചിടുക. ക്യാരറ്റും അണ്ടിയും കിസ്മിസൊക്കെ ഇതിലും ഇടണം, മസാലയിലും ഇടണം, ചോറിലും ഇടണം. ചോറ് ദമ്മാണ്, ദമ്മിടുന്ന ചോറ്. ചോറിട്ടതിന് ശേഷം തൈരും മഞ്ഞളും ഉപ്പും കൂട്ടി ചേർത്തത് 2 സ്പൂൺ ഇടുക. അതിന് ശേഷം ക്യാരറ്റ്, മല്ലി പുതിന, അണ്ടി കിസ്മിസ്, ഉള്ളി.
നെയ്യൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം. പക്ഷെ നെയ്യൊന്നും ഇപ്പോൾ അധികം ഒന്നും ആർക്കും കഴിക്കാൻ പറ്റൂല. അതുകൊണ്ട് മിതമായിട്ടാണ് നെയ്യൊക്കെ ഇടാവ്. ബാക്കിയുള്ളത് ചോറിലിട്ടിട്ട് മിക്സ് ആക്കുക. ഇതാണ് എളുപ്പ വഴിയായതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത്. തൈരും ചോറിൽ ബാക്കി ഒഴിക്കുക. നല്ലോണം മിക്സാക്കുക. ഇളക്കിയിട്ട് മിക്സാക്കുക. അങ്ങനെ നമ്മളെ ബിരിയാണി, ചിക്കൻ ബിരിയാണി റെഡിയായി. ഇത് കച്ചമ്പറിനാണ്. ഉള്ളി മുറിച്ചിട്ട്, ഉള്ളി പച്ചമുളക്, 2 വലിയ ഉള്ളി, 3 പച്ചമുളക്, പാകത്തിന് ഉപ്പ്. ഒരു വേണമെങ്കിൽ തൈര് ഒഴിക്കാണ്ടും കഴിക്കാം, തൈര് ഒഴിച്ചിട്ട് കഴിക്കാം. നമ്മൾ തൈര് ഒഴിച്ചിട്ടാണ് എടുക്കുന്നത്. ബിരിയാണിയായി.